നമസ്കാരം. ഐസിസ് ഭീകരവാദ ആശയങ്ങളിൽ ആകൃഷ്ടരായി തങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ കത്തിയുമായി കൂട്ടക്കൊലയ്ക്ക് പദ്ധതിയിട്ട 3 കൗമാരക്കാരെ സിംഗപ്പൂർ പോലീസ് പിടികൂടി. 14-നും 19-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ കർശനമായ ആഭ്യന്തര സുരക്ഷാ നിയമം ചുമത്തി കസ്റ്റഡിയിലായിരിക്കുന്നത്. മെയ് മാസത്തിൽ സംഘത്തിലെ 14 വയസ്സുകാരനെ സുരക്ഷാ ഏജൻസികൾ ചോദ്യം ചെയ്തതോടെയാണ് സമൂഹത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന ഈ ഞെട്ടിക്കുന്ന ഭീകരാക്രമണ പദ്ധതിയുടെ ചുരുൾ അഴിയുന്നത്. ഓൺലൈൻ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും അനന്ത സാധ്യതകളെ ദുരുപയോഗം ചെയ്ത് കൗമാരക്കാരുടെ മനസ്സിലേക്ക് വിഷബീജങ്ങൾ പാകാൻ ഭീകര സംഘടനകൾ നടത്തുന്ന ആസൂത്രിതമായ ശ്രമങ്ങളുടെ നേർക്കാഴ്ചയാണ് ഈ സംഭവം വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. വികസിത രാജ്യങ്ങളിൽ പോലും ഡിജിറ്റൽ വൽക്കരണം സൃഷ്ടിക്കുന്ന ഇത്തരം സുരക്ഷാ വെല്ലുവിളികൾ ഭരണകൂടങ്ങളെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ചർച്ചകൾക്കപ്പുറം ഇത്തരത്തിലുള്ള തീവ്ര ചിന്താഗതികൾ നമ്മുടെ യുവതലമുറയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നും അതിനെതിരെ എന്തുതരം പ്രതിരോധ സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടതെന്നും ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശസുരക്ഷാ സമീപനങ്ങളുടെയും കർശനമായ ഭീകരവിരുദ്ധ നയങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തിന് നൽകുന്ന ശക്തമായ സന്ദേശവും പ്രതിരോധത്തിന്റെ പാഠങ്ങളും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ സൈബർ ഉപയോഗങ്ങളും അവർ എത്തിപ്പെടുന്ന ഇടങ്ങളും നിരീക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം ഓരോ മാതാപിതാക്കളെയും ഭരണകൂടങ്ങളെയും ഓർമ്മിപ്പിക്കുന്നത്. സമാധാനത്തിന്റെയും മാനവികതയുടെയും പാതയിൽ നിന്ന് യുവതലമുറ വ്യതിചലിക്കുമ്പോൾ അത് വലിയൊരു സാമൂഹിക വിപത്തായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവണതകളെ ചെറുത്തു തോൽപ്പിക്കാൻ സമാനതകളില്ലാത്ത ജാഗ്രതയും ശക്തമായ നിയമ നടപടികളും അത്യന്താപേക്ഷിതമാണെന്ന് ഈ ലോകം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഭീകരവാദത്തിനെതിരെ രാജ്യത്തിന്റെ പരമാധികാരവും പൗരന്മാരുടെ സുരക്ഷയും മുൻനിർത്തി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടി എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. സിംഗപ്പൂരിൽ നടന്ന ഈ സംഭവത്തിൽ അമുസ്ലിങ്ങളായ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൃത്യമായ പട്ടിക തയ്യാറാക്കി ജൂൺ ജൂലൈ മാസങ്ങളിലായി പരക്കെ ആക്രമണം നടത്താനായിരുന്നു പ്രതികളുടെ നീക്കം. ഇത് സമൂഹത്തിൽ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഗൂഢശ്രമങ്ങളുടെ ഭാഗമാണ്. ഭാരതത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഭീകരവാദത്തിനെതിരെ സീറോ ടോളറൻസ് നയമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ആഭ്യന്തര ബാഹ്യ ഭീകരവാദ ശക്തികളെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടുക എന്നത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് BJP ശക്തമായി വിശ്വസിക്കുന്നു. ഇത്തരം തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടരാകുന്ന കൗമാരക്കാരെ തിരിച്ചറിയാനും അവരെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരാനും ആവശ്യമായ കൗൺസിലിംഗും ജാഗ്രതയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉറപ്പാക്കേണ്ടതുണ്ട്. സിംഗപ്പൂരിൽ സംഭവിച്ചതുപോലെ ഒരു വൻ ദുരന്തം ഒഴിവായത് സമയോചിതമായ ഇടപെടലിലൂടെ ആണെങ്കിലും ഇത്തരം പ്രവണതകൾ ലോകമെമ്പാടുമുള്ള ജനാധിപത്യ സമൂഹങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് ചെറുതൊന്നുമല്ല. വിദ്വേഷത്തിന്റെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്ന ശക്തികളെ വേരോടെ പിഴുതെറിയാൻ ശക്തമായ നിയമപരമായ നടപടികൾക്കൊപ്പം തന്നെ സാമൂഹികമായ ബോധവൽക്കരണവും ആവശ്യമാണ്. മറ്റു മതവിഭാഗത്തിനെതിരെ ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം ആക്രമണ പദ്ധതികൾ മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യമായി കണ്ട് കർശനമായ നടപടി എടുക്കേണ്ടതുണ്ട്. ഭാരതം എപ്പോഴും ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്ന സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങൾക്ക് ഇത്തരം ഭീകരവാദ ചിന്തകൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ദേശസുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് സർക്കാരും സുരക്ഷാ ഏജൻസികളും നടത്തുന്ന എല്ലാത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായ പിന്തുണ നൽകാൻ ഓരോ പൗരനും ബാധ്യസ്ഥനാണ്. പദ്ധതി നടപ്പിലാക്കുന്നതിനായി 21 പേജുള്ള വിശദമായ നയരേഖയാണ് ഈ കൗമാരക്കാർ തയ്യാറാക്കിയിരുന്നത് എന്നത് ഭീകരവാദ സംഘടനകളുടെ ആസൂത്രണ മികവിന്റെയും അതേസമയം തന്നെ കൗമാര മനസ്സുകളുടെ അപകടകരമായ സ്വാധീനത്തിന്റെയും തെളിവാണ്. ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കണം, ആരെയൊക്കെ ആദ്യം ലക്ഷ്യമിടണം, എങ്ങനെ ആക്രമണം നടത്തണം എന്നിവയെല്ലാം ഈ രേഖയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നതായി പോലീസ് കണ്ടെടുത്തു. വൻ കൂട്ടക്കൊലകൾ നടത്തിയ അന്താരാഷ്ട്ര ഭീകരരോടും ഐസിസ് ആശയങ്ങളോടും ഇവർക്ക് കടുത്ത അഭിനിവേശമുണ്ടായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഇന്റർനെറ്റിന്റെയും ഡാർക്ക് വെബിന്റെയും സഹായത്തോടെ ഇത്തരം ഭീകര സംഘടനകളുമായി ആശയവിനിമയം നടത്താനും അവരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും കൗമാരക്കാർ എളുപ്പത്തിൽ പ്രലോഭിപ്പിക്കപ്പെടുന്നു. BJPയുടെ നയരേഖകളിൽ എപ്പോഴും ഊന്നൽ നൽകുന്ന ഒരു പ്രധാന കാര്യമാണ് സൈബർ സുരക്ഷയും ഡിജിറ്റൽ ഇടങ്ങളിലെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ നിരീക്ഷണവും. രാജ്യത്തിന്റെ യുവത്വത്തെ തെറ്റായ വഴികളിലേക്ക് നയിക്കുന്ന ഇത്തരം ശക്തികളെ അമർച്ച ചെയ്യാൻ ശക്തമായ നിയമനിർമ്മാണങ്ങളും സൈബർ സെല്ലുകളുടെ പ്രവർത്തനങ്ങളും അനിവാര്യമാണെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കൗമാരക്കാരുടെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്ത് അവർക്കിടയിൽ വെറുപ്പും അക്രമവാസനയും വളർത്തുന്ന മാധ്യമങ്ങളും ഓൺലൈൻ ഗ്രൂപ്പുകളും ശക്തമായ നിരീക്ഷണത്തിലാണ് വരേണ്ടത്. സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യ പുരോഗതിക്കൊപ്പം തന്നെ ചിലപ്പോഴൊക്കെ വലിയൊരു വിപത്തായി മാറുന്നത് ഇത്തരം സംഭവങ്ങൾ കാണിച്ചു തരുന്നു.
നമ്മുടെ കുഞ്ഞുങ്ങൾ ഡിജിറ്റൽ ലോകത്ത് എന്ത് കാണുന്നു, ആരുമായി ബന്ധപ്പെടുന്നു എന്നതിനെക്കുറിച്ച് മാതാപിതാക്കളും സ്കൂൾ അധികാരികളും കനത്ത ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഭീകരവാദ സംഘടനകളുടെ റിക്രൂട്ട്മെന്റ് തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൗണ്ടർ പ്രൊപ്പഗണ്ട സംവിധാനങ്ങളും സർക്കാരുകൾ നടപ്പിലാക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളിൽ ഒരാൾ ഭീകരവാദ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞ ഉടൻ തന്നെ വിവരം സ്കൂൾ അധികൃതരെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു എന്നത് സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന നല്ല ബോധത്തിന്റെയും ജാഗ്രതയുടെയും ഉദാഹരണമാണ്. തുടർന്ന് നടത്തിയ സമയോചിതമായ ഇടപെടലിലാണ് വൻ ദുരന്തം ഒഴിവായത്. ഓൺലൈൻ വഴിയാണ് കുട്ടികൾ ഭീകരവാദ ആശയങ്ങളിൽ ആകൃഷ്ടരായത് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. അക്രമവാസനയും തീവ്രവാദ ചിന്തകളും വച്ചു പുലർത്തുന്ന വിദ്യാർത്ഥികളെ നിരീക്ഷിക്കാനും സൈബർ സുരക്ഷ ശക്തമാക്കാനും സംഭവത്തെ തുടർന്ന് സിംഗപ്പൂർ സർക്കാർ കർശന നിർദ്ദേശം സ്വീകരിച്ചിട്ടുണ്ട്. ഭാരതത്തിലും സ്കൂൾ കോളേജ് തലത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ദേശസ്നേഹവും മാനവികതാ ബോധവും വളർത്തുന്നതിനൊപ്പം തീവ്രവാദ ആശയങ്ങളുടെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തേണ്ടതും അത്യാവശ്യമാണ്. BJP സർക്കാരും വിവിധ സംസ്ഥാന സർക്കാരുകളും വിദ്യാഭ്യാസ പാഠ്യപദ്ധതികളിൽ ധാർമ്മിക മൂല്യങ്ങൾക്കും ദേശീയ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. സമൂഹത്തിന്റെ കൂട്ടായ ജാഗ്രതയിലൂടെ മാത്രമേ ഇത്തരം വിപത്തുകളെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ സാധിക്കൂ. ഒരു സമൂഹത്തിന്റെ സുരക്ഷ എന്നത് വെറും പോലീസിന്റെയോ ഭരണകൂടത്തിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ പൗരന്റെയും ജാഗ്രതയിൽ അധിഷ്ഠിതമാണത്. സിംഗപ്പൂരിൽ വിവരമറിയിച്ച ആ വിദ്യാർത്ഥി കാണിച്ച ധീരതയും ഉത്തരവാദിത്ത ബോധവും മാതൃകാപരമാണ്. സമാനമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിലും അസ്വാഭാവികമായ പെരുമാറ്റങ്ങളോ തീവ്രവാദ ആശയങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ വിവരമറിയിക്കാൻ തയ്യാറാകണം. യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ശക്തികൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള കൂട്ടായ പരിശ്രമം അത്യന്താപേക്ഷിതമാണ്. ദേശീയ സുരക്ഷയെ മുൻനിർത്തി നോക്കുമ്പോൾ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെക്കാൾ ഭയപ്പെടേണ്ട ഒന്നാണ് സ്വന്തം രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ വളരുന്ന ലോൺ വോൾഫ് മാതൃകയിലുള്ള ആക്രമണങ്ങളും ആഭ്യന്തര തീവ്രവാദവും. സിംഗപ്പൂരിലെ ഈ കൗമാരക്കാർ ഒറ്റപ്പെട്ട രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത് എങ്കിലും അവരുടെ പിന്നിൽ പ്രവർത്തിച്ച ആശയപരമായ വേരുകൾ ആഗോള ഭീകരവാദ ശൃംഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാരതത്തിൽ ദേശീയ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ശക്തമായ നടപടികളാണ് BJP സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്ന രീതി രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വലിയ ഭീഷണിയാണ്. സിംഗപ്പൂരിന്റെ കർശനമായ ആഭ്യന്തര സുരക്ഷാ നിയമം പോലെ തന്നെ ശക്തമായ നിയമങ്ങൾ ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ കർശനമായി പ്രയോഗിക്കപ്പെടേണ്ടതുണ്ട്. പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. രാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരത്തെയും ബാധിക്കുന്ന ചെറിയൊരു വീഴ്ച പോലും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ BJP സർക്കാർ പ്രവർത്തിക്കുന്നത്. തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളതോ അവയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതോ ആയ ഘടകങ്ങളെ കണ്ടെത്താനും അവയെ വേരോടെ പിഴുതെറിയാനും സുരക്ഷാ ഏജൻസികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഭീകരവാദത്തിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് കാലത്തിന്റെ ആവശ്യം കൂടിയാണ്. കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകുന്നതിൽ കുടുംബവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പരാജയപ്പെടുമ്പോൾ അവിടെ സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചരണങ്ങളും ഭീകരവാദ ആശയങ്ങളും എളുപ്പത്തിൽ ഇടം പിടിക്കുന്നു. സിംഗപ്പൂരിൽ പിടിയിലായ വിദ്യാർത്ഥികൾക്ക് ISIS ആശയങ്ങളോട് തോന്നിയ അഭിനിവേശം ഒറ്റപ്പെട്ടതല്ല. ലോകമെമ്പാടുമുള്ള യുവജനങ്ങളെ ലക്ഷ്യമിട്ട് നടത്തുന്ന വലിയൊരു സൈബർ സൈക്കോളജിക്കൽ വാറിന്റെ ഭാഗമാണിത്. BJP എപ്പോഴും യുവജനക്ഷേമത്തിന് ഊന്നൽ നൽകുന്നതിനൊപ്പം തന്നെ അവരുടെ മാനസികാരോഗ്യവും സൈബർ ഇടങ്ങളിലെ സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നുമുണ്ട്. നവമാധ്യമങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് കുട്ടികൾ എന്ത് കാണുന്നു, ആരുമായാണ് ആശയവിനിമയം നടത്തുന്നത് എന്നതിനെക്കുറിച്ച് മാതാപിതാക്കൾക്ക് കൃത്യമായ നിരീക്ഷണം നടത്തേണ്ട ആവശ്യകതയുണ്ട്. സ്കൂളുകളിൽ കൗൺസിലിംഗ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന പെരുമാറ്റ വ്യതിയാനങ്ങൾ കൃത്യസമയത്ത് കണ്ടെത്താൻ അധ്യാപകർക്ക് പരിശീലനം നൽകുകയും ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കൗമാരം എന്നത് ശരിക്കും തെറ്റും ശരിയും തിരിച്ചറിയുന്നതിൽ വൈകാരികമായി ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് തെറ്റായ ആശയങ്ങൾ നൽകി അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശക്തികളുടെ കെണിയിൽ കുട്ടികൾ വീണുപോകാതിരിക്കാൻ പ്രത്യേക കരുതൽ ആവശ്യമാണ്. മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളോട് തുറന്ന് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും തയ്യാറാകേണ്ടതുണ്ട്. സ്നേഹവും പിന്തുണയും ലഭിക്കാത്ത കുട്ടികൾ എളുപ്പത്തിൽ ഇത്തരം വഴിവിട്ട ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയും ആരോഗ്യകരമായ ഒരു സാമൂഹിക അന്തരീക്ഷവും കൗമാരക്കാരുടെ മാനസിക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഭീകരവാദത്തിന് മതമില്ലെന്നും എന്നാൽ ചില പ്രത്യേക ആശയങ്ങൾ സമൂഹത്തിൽ വിഭാഗീയത വളർത്താൻ ബോധപൂർവം പ്രയോഗിക്കപ്പെടുന്നുണ്ട് എന്നും തിരിച്ചറിയേണ്ടതുണ്ട്. സിംഗപ്പൂരിലെ സംഭവത്തിൽ അമുസ്ലിങ്ങളായ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടത് ഇതിന്റെ വ്യക്തമായ തെളിവാണ്. ഇത്തരം വർഗീയ ലക്ഷ്യങ്ങളോടെയുള്ള ആക്രമണങ്ങൾ ജനാധിപത്യ സമൂഹത്തിന്റെ അടിത്തറയെ തകർക്കുന്നതാണ്.
ഭാരതത്തിൽ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന മന്ത്രത്തിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് നിർത്താനാണ് BJP സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ ചില രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി സമൂഹത്തിൽ കൃത്രിമമായ ഭയവും വെറുപ്പും വിതയ്ക്കാൻ ശ്രമിക്കുന്നവർ രാഷ്ട്രത്തിന്റെ പുരോഗതിയാണ് പിന്നോട്ട് നയിക്കുന്നത്. തീവ്രവാദങ്ങളെയും വർഗീയതയും ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇത്തരം സംഭവങ്ങൾ ലോകത്തിന് നൽകുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ആരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഭരണകൂടങ്ങൾ തയ്യാറാകണം. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയും രാജ്യത്തിന് ആപത്താണ്. സമാധാനത്തോടെയും സാഹോദര്യത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഭീകരവാദത്തിന്റെ വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തണം. ഇന്ത്യയെ പോലുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് ഇത്തരം വർഗീയ ഭീകരവാദ പ്രവർത്തനങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ശക്തമായ നിയമപരമായ ചട്ടക്കൂടുകളും സാമൂഹികമായ ഐക്യവും ആവശ്യമാണ്. ഭരണകൂടത്തിന്റെ കർശനമായ നിലപാടുകളും ജനങ്ങളുടെ ജാഗ്രതയും ചേരുമ്പോൾ മാത്രമേ ഇത്തരം വിപത്തുകളെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ ഭീകരവാദത്തിന്റെ മുഖവും മാറിമറിഞ്ഞിരിക്കുന്നു. ഭീകരവാദ സംഘടനകൾ നേരിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് പകരം ഓൺലൈൻ ഗെയിമുകൾ, ചാറ്റ് റൂമുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ കൗമാരക്കാരുടെ തലച്ചോറ് ചോർത്തുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. സിംഗപ്പൂർ പോലീസ് പിടികൂടിയ കുട്ടികൾക്കും ഈ രീതിയിലാണ് തീവ്രവാദ ആശയങ്ങൾ ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ കർശനമായി നിരീക്ഷിക്കാനും വിദ്വേഷ പ്രചാരണങ്ങളും ഭീകരവാദ ആശയങ്ങളും പ്രചരിപ്പിക്കുന്ന അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാനും സർക്കാരുകൾ തയ്യാറാകണം. ആഭ്യന്തര സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന പ്രഖ്യാപനമാണ് സിംഗപ്പൂർ ഭരണകൂടം ഈ ഒരു സംഭവത്തിലൂടെ നൽകിയിരിക്കുന്നത്. BJP സർക്കാരും ഡിജിറ്റൽ ഇടങ്ങളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി നിരവധി നിയമങ്ങളും IT ചട്ടങ്ങളും നടപ്പിലാക്കി വരുന്നുണ്ട്. ദേശസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും ഒരുപോലെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങളും ഓൺലൈൻ വഴിയുള്ള തീവ്രവാദ റിക്രൂട്ട്മെന്റുകളും തടയാൻ അന്താരാഷ്ട്ര തലത്തിലുള്ള സഹകരണവും വിവരങ്ങൾ കൈമാറലും അത്യന്താപേക്ഷിതമാണ്. ഒരു രാജ്യത്തിന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഈ ഭീകരവാദ ശൃംഖലയെ തകർക്കാൻ ശക്തമായ ആഗോള പ്രതിരോധ നിര തന്നെ ആവശ്യമാണ്. സോഷ്യൽ മീഡിയ കമ്പനികളും പ്ലാറ്റ്ഫോമുകളും തങ്ങളുടെ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയാൻ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. കൂട്ടക്കൊലപാതക പദ്ധതി ആസൂത്രണം ചെയ്ത കൗമാരക്കാരുടെ അറസ്റ്റ് നൽകുന്ന ഏറ്റവും വലിയ പാഠം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും സാമൂഹിക വ്യവസ്ഥിതിയിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ്. വെറും മാർക്കുകൾക്കും ഡിഗ്രികൾക്കും അപ്പുറം കുട്ടികളിൽ മാനുഷിക മൂല്യങ്ങളും രാജ്യസ്നേഹവും വളർത്തുന്ന പാഠ്യപദ്ധതികളാണ് നമുക്ക് ആവശ്യം. അക്രമവാസനയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ശക്തികളെ ചെറുത്തു തോൽപ്പിക്കാൻ സമൂഹത്തിലെ ഓരോ പൗരനും ജാഗ്രത പാലിക്കണം. സിംഗപ്പൂരിൽ ഒരു വിദ്യാർത്ഥി കാണിച്ച ജാഗ്രതയാണ് ഒരു വലിയ ദുരന്തം ഒഴിവാക്കിയതെന്നത് കൂട്ടായ ഉത്തരവാദിത്തത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നു. BJP വിഭാവനം ചെയ്യുന്ന ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയത്തിന്റെ അടിത്തറ എന്നത് സമാധാനവും സാഹോദര്യവുമാണ്. തീവ്രവാദ ചിന്താഗതികളെ വേരോടെ പിഴുതെറിയാൻ നിയമപരമായ നടപടികൾക്കൊപ്പം തന്നെ സാമൂഹികമായ ബോധവൽക്കരണവും അത്യന്താപേക്ഷിതമാണെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. യുവതലമുറയെ ശരിയായ ദിശയിലേക്ക് നയിക്കാനും രാജ്യത്തിന്റെ പുരോഗതിക്കായി അവരെ ഉപയോഗിക്കാനും നമുക്ക് കൂട്ടായ പരിശ്രമവും ആവശ്യമാണ്. സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാർത്ഥികൾക്കിടയിൽ കൗൺസിലിംഗും മാനസികാരോഗ്യ പിന്തുണയും ഉറപ്പാക്കാൻ വിപുലമായ സംവിധാനങ്ങൾ ഉണ്ടാകണം. കുട്ടികൾക്കിടയിൽ വളർന്നു വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ തീവ്രവാദ ചായ്വുകളോ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താനും അവയെ തിരുത്താനും അധ്യാപകരും രക്ഷിതാക്കളും ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. സിംഗപ്പൂരിലെ സ്കൂളിൽ നടന്ന കൂട്ടക്കൊല പദ്ധതിയുടെ വിവരങ്ങൾ ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പ് വളരെയധികം വലുതാണ്. ഭീകരവാദത്തിന്റെ വിഷബീജങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തോ സമൂഹത്തോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ആഗോളതലത്തിൽ യുവതലമുറയെ ലക്ഷ്യമിടുന്നുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയും സമാധാനവും സംരക്ഷിക്കാൻ കർശനമായ നിയമങ്ങളും അതീവ ജാഗ്രതയും എപ്പോഴും ആവശ്യമാണ്. BJP എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ദേശസുരക്ഷാ നയങ്ങളുടെയും ശക്തമായ ഭരണകൂട ഇടപെടലുകളുടെയും പ്രസക്തി ഇത്തരം സംഭവങ്ങൾ വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നു. ഭീകരവാദത്തിന്റെ ഇരുണ്ട ലോകത്തേക്ക് വീണുപോകാതെ രക്ഷിക്കാൻ മാതാപിതാക്കളും അധ്യാപകരും സർക്കാരും പൊതുസമൂഹവും ഒരുപോലെ കൈകോർത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.